നമ്മളെ വീണ്ടെടുക്കേണ്ടതിന് ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശു തന്റെ മഹത്വത്തെ വെടിഞ്ഞ് ഹല്ലേലൂയ തന്റെ ദൈവത്തോടുള്ള സമത്വത്തെ വെടിഞ്ഞ് ഹല്ലേലൂയ തന്റെ തേജസ്സിനെ വെടിഞ്ഞ് ഒരു ജഡമായി ഒരു മനുഷ്യനായി ഭൂമിയിൽ വന്നു. ഹല്ലേലൂയ. എന്തിനാ വന്നേന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട്, നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവചനത്തിൽ പറഞ്ഞത് ഹല്ലേലൂയ സ്വന്തം പുത്രനെ ആദരിക്കാതെ ഹല്ലേലൂയ പിതാവ് ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട്, ഹല്ലേലൂയ നമ്മളെ സ്നേഹിച്ചതുകൊണ്ട്, നമ്മൾ സ്നേഹിച്ചത് കൊണ്ടെന്നല്ല, നമ്മളെ സ്നേഹിച്ചതുകൊണ്ട്. ആദ്യം കർത്താവ് നമ്മളെയാ സ്നേഹിച്ചത്. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് സ്നേഹിച്ചത് തിരുവചനത്തിൽ അത് വ്യക്തമായി പറയുന്നു. 1 യോഹന്നാന്റെ ലേഖനം 4:19 അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് സ്നേഹിച്ചത് കൊണ്ട് നമ്മൾ അവനെ സ്നേഹിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുന്ന എവിടാണോ, കർത്താവിനെ ഭയങ്കര ആഴത്തിൽ സ്നേഹിക്കുന്നിടത്താണ് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ പ്രസൻസ് വെളിപ്പെടുന്നത്. അവരിലാണ് പരിശുദ്ധാത്മാവ് നിറയാൻ ആഗ്രഹിക്കുന്നത്. അവരിൽ നിന്നാണ് ആ ജീവന്റെ നദി ഒഴുകുവാൻ. ഹല്ലേലൂയ. അവരുടെ ഉള്ളിൽ നിന്നാണ് അത് പുറപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക്. ഹല്ലേലൂയ. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിനെ ആഴത്തിൽ ആര് സ്നേഹിക്കുമോ, ഹല്ലേലൂയ കർത്താവിനെ ഭയങ്കര ഡീപ്പായി സ്നേഹിക്കുമോ, അവിടെ പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ ഭയങ്കര കവിഞ്ഞൊഴുക്കുണ്ടാകും. ഹല്ലേലൂയ. കർത്താവിനെ കൂടാതെ പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ പ്രാപിക്കാൻ കഴിയത്തില്ല. കർത്താവിനെ സ്നേഹിക്കാത്തവർക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇങ്ങനെ യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ അതിന്റെ 3:1 കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മെയും അറിയുന്നില്ല. ഹല്ലേലൂയ. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹമാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ തന്നെ നാം ആകുന്നു, അതിന് മാറ്റമില്ല. ഹല്ലേലൂയ. അങ്ങനെ തന്നെ നാം ആകുന്നു. ഹല്ലേലൂയ. അപ്പം പിതാവ് തന്റെ സ്വന്തം പുത്രനെ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഹല്ലേലൂയ തോന്നിയതിന്റെ കാരണം ഹല്ലേലൂയ നമ്മളെയും അവന്റെ മക്കളാക്കി തീർക്കുവാൻ അവൻ നമ്മളെ സ്നേഹിച്ചതുകൊണ്ട്. ഹല്ലേലൂയ. നാമും അവന്റെ മക്കളായി തീരണം എന്ന ഹല്ലേലൂയ ആഗ്രഹത്താൽ കർത്താവായ യേശുവിനെ പിതാവ് വിട്ടുകൊടുത്തു. ഹല്ലേലൂയ. കർത്താവായ യേശു തന്റെ സ്നേഹം കൊണ്ട് നമ്മളെ വെളിപ്പെടുത്തി തന്നു, ക്രൂശിലെ സ്നേഹം കൊണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിനെ അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും കർത്താവിനെ സ്നേഹിക്കുന്നവരാ. ഹല്ലേലൂയ. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കവിഞ്ഞൊഴുക്കുണ്ടാവാൻ നമ്മൾ പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ചവരാ. ദൈവാത്മാവ് നമ്മുടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഹല്ലേലൂയ അളക്കാൻ കഴിയാത്ത രീതിയിൽ, കടക്കാൻ കഴിയാത്ത രീതിയിൽ ഹല്ലേലൂയ ആത്മനദി നമ്മളിൽ നിന്നും പിന്നെയും കവിഞ്ഞൊഴുകേണ്ടതിന് ഹല്ലേലൂയ നാം പിന്നെയും ക്രിസ്തുയേശുവിനെ ആഴത്തിൽ സ്നേഹിക്കുന്നവരായിത്തീരണം. കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കുന്നവരായിത്തീരണം. കാരണം ഹല്ലേലൂയ കർത്താവായ യേശു സകലത്തെയും നമുക്ക് വേണ്ടി ഉപേക്ഷിച്ചു. നാമും എപ്പോഴാണ് കർത്താവായ യേശുവിന് വേണ്ടി സകലത്തെയും ഉപേക്ഷിക്കുന്നത്? ഹല്ലേലൂയ. നമ്മൾ ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണാം ഉപേക്ഷിക്കാൻ പറ്റാത്തതായത്.
ഹല്ലേലൂയ. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ നിറവല്ല, അതിന്റെ അപ്പുറമായി ഒരു ആത്മനദിയായി പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ഒഴുകണമെങ്കിൽ ഹല്ലേലൂയ ഒന്നും ബാക്കിയില്ലാതെ, ഹല്ലേലൂയ ഒന്നും ബാക്കിയില്ലാതെ പൂർണ്ണമായി കർത്താവിന് വേണ്ടി സമർപ്പിച്ച് അങ്ങനെ അവനെ സ്നേഹിക്കുവാൻ, ഹല്ലേലൂയ അങ്ങനെ കർത്താവിനെ സ്നേഹിക്കുവാൻ. ഹല്ലേലൂയ. നമ്മളെ പരിശുദ്ധാത്മാവിന് ലിമിറ്റേഷൻസ് വെക്കുന്നത് പരിശുദ്ധാത്മാവല്ല. എവിടെ കർത്താവിന്റെ സ്നേഹം കുറയുന്നോ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രസൻസും കുറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവചനത്തിൽ പറയുന്നത് ദൈവാത്മാവിലെ ഒരുവന് ക്രിസ്തു കർത്താവ് ദൈവപുത്രൻ എന്ന് ഒരുവൻ പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിലെ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ക്രിസ്തുയേശുവിന് സാക്ഷ്യം പറയുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. കർത്താവായ യേശുവിനെ പോലെ ആകുവാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ്. മറ്റാരെ പോലെ ആകുവാനും സഹായിക്കത്തില്ല. കർത്താവായ യേശുവിനെ പോലെ അവൻ അനുരൂപരായി ആ ക്രിസ്തു എന്ന സത്യത്തിൽ ഹല്ലേലൂയ നടക്കുന്നവരാക്കി തീർക്കുവാനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതം പ്രവർത്തിക്കുവാനല്ല പരിശുദ്ധാത്മാവ്. പക്ഷെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അത്ഭുതം സംഭവിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിനെ കർത്താവ് എന്തിനാ തന്നെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുവാൻ, അവൻ അനുരൂപരായി തീരുവാൻ, ആ സത്യത്തിൽ വഴി നടക്കുവാൻ, പിതാവിന്റെ മുമ്പിൽ കൊള്ളാവുന്നവരായി നമ്മളെ റെപ്രസെന്റ് ചെയ്യേണ്ടതിന്, നമ്മളെ സഹായിക്കേണ്ടതിന് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ ആക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ഹല്ലേലൂയ കർത്താവിൽ അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. കർത്താവായ യേശുവിൽ അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് അത്ഭുതങ്ങൾ ഉണ്ടാവും. പക്ഷെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കാനല്ല ആവശ്യം. കർത്താവിനെ ആഴത്തിൽ അറിയുവാൻ, യേശുവിനെ ആഴത്തിൽ സ്നേഹിക്കുവാൻ, ഹല്ലേലൂയ പിതാവിന് ഇഷ്ടമുള്ള മക്കളായി തീരുവാൻ. എങ്ങനെ ഹല്ലേലൂയ പിതാവിനെ ചിന്തിക്കാൻ എന്റെ ഏകജാതനായ പുത്രൻ മതി എന്ന് എനിക്കെന്ന് അല്ല, പിതാവിന് നമ്മളോട് സ്നേഹം തോന്നി നമ്മളെയും ദൈവ മക്കളെന്ന് വിളിക്കുവാൻ പിതാവിന് നമുക്ക് ഹല്ലേലൂയ നമ്മളോട് വലിയ സ്നേഹം തോന്നി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവത്തിനെ ഒന്ന് ചിന്തിച്ചപ്പോരെ കർത്താവായ യേശു ഒരുവൻ മതി. ഹല്ലേലൂയ. ഇല്ല, നമ്മളോട് സ്നേഹം തോന്നിയപ്പോൾ ഹല്ലേലൂയ പിതാവ് മനസ്സിലാക്കി ഹല്ലേലൂയ ഇവരെ എന്റെ മക്കൾ എന്ന് വിളിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുവേണ്ടി ഏകജാതനായ പുത്രനെ തകർത്തു. ഹല്ലേലൂയ. വിട്ടുകൊടുത്തു കാൽവറിയിലേക്ക്. കർത്താവായ യേശു പറഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തേ? ഹല്ലേലൂയ. പിതാവിന് ഒറ്റ കാര്യം പറയുള്ളൂ, എനിക്ക് ഇവരെയൊക്കെ എന്റെ മക്കൾ എന്ന് വിളിക്കുവാൻ, മക്കളാക്കി തീർക്കുവാൻ. ഹല്ലേലൂയ. കർത്താവായ യേശുവിന് ചിന്തിക്കായിരുന്നു, ഞാൻ ഒറ്റ മകൻ മതി, ഇനി ഒരുത്തൻ വന്നാൽ എനിക്കുള്ള എല്ലാം ഷെയർ ചെയ്ത് അവനും കൂടെ കൊടുക്കും, അവക്കും കൂടെ കൊടുക്കും. അതുകൊണ്ട് എന്റെ പിതാവിനെ ഞാൻ ഒറ്റ മകൻ മതി, ഏകജാതനായ ഒറ്റ പുത്രൻ മതിയെന്ന് അല്ല, കർത്താവായ യേശു നമ്മളെ സ്നേഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളാരും വിട്ടുകൊടുക്കാത്ത ചില ഏരിയകളായതൊക്കെ ഹല്ലേലൂയ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ, അല്ലെങ്കിൽ എന്റെ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരിക, അല്ലെങ്കിൽ എന്റെ ഇത് പങ്കിടുവാൻ ഒരാൾ വരിക, ഹല്ലേലൂയ അതൊക്കെ ഭയങ്കര പ്രയാസമല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ മറ്റൊരു കുഞ്ഞിനെ കാണാൻ പോലും നമുക്ക് അല്ലെങ്കിൽ അങ്ങനെ ഹല്ലേലൂയ കരുതാനൊക്കെ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ കർത്താവിന് ഹല്ലേലൂയ, കർത്താവിന് ആ കർത്താവിനെ പോലാകുവാന് ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഹല്ലേലൂയ അല്പ സെൽഫിഷാണ് എല്ലാവരും. ഹല്ലേലൂയ നമ്മൾ വിട്ടുകൊടുത്തു എന്നൊക്കെ പറഞ്ഞാലും, എത്രയില്ലെന്നൊക്കെ പറഞ്ഞാലും ഹല്ലേലൂയ പൂർണ്ണമായിട്ട് അങ്ങനെ വിട്ടുകൊടുക്കുന്നവരല്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി നമ്മളിൽ ഒരു കവിഞ്ഞൊഴുക്കുണ്ടാകാത്തത്. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ ഡെനീറ്റെ പോലെ തന്നെ അക്സയെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല, ഈ കരുതാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്ര വിട്ടുകൊടുത്തെന്ന് പറഞ്ഞിട്ട്
അത് ക്രിസ്തുവിൽ തികയത്തില്ല. ഹല്ലേലൂയ. അത് പിതാവിന്റെ സ്നേഹത്തിൽ പിതാവിന്റെ മക്കളായി തീരുവാൻ പിതാവ് കാണിച്ചതാ. പിതാവിന്റെ സ്നേഹം അതാ. എനിക്ക് യേശു കർത്താവ് മതി, ക്രിസ്തു യേശു ഒറ്റ മകൻ മതി എന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്നവരെല്ലാം എന്റെ മക്കളായി തീരണം. ഹല്ലേലൂയ. യേശു കർത്താവും പറഞ്ഞില്ല എന്റെ അപ്പന് ഒറ്റ മകൻ മതി, സകല അധികാരം എനിക്ക് മതി, സകലത്തെയും വാഴുവാൻ ഉള്ള അധികാരം എനിക്ക് മതി എന്ന് ഇല്ല. കർത്താവ് യേശു പറഞ്ഞു, ഞാൻ ഹല്ലേലൂയ പോരാ, പിതാവേ നീ എനിക്ക് എന്ന മഹത്വം എടുത്ത് ഞാൻ ഇവർക്കും കൂടെ കൊടുക്കുകയാ. ഓ, ഞാൻ നിന്നിൽ ഒന്നായിരിക്കുന്നു, നീ ഞാൻ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നായി തീരണം. ഓ ഹല്ലേലൂയ. ഇത് പിതാവ് പറഞ്ഞിട്ടല്ല യേശു കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. തന്റെ അധികാരത്തെയും തന്റെ സ്ഥാനത്തെയൊക്കെ ഷെയർ ചെയ്യുവാൻ ക്രിസ്തു യേശു, ഹല്ലേലൂയ, പിതാവിന്റെ ഹൃദയം അറിയുന്ന പുത്രൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കർത്താവിനെ സ്നേഹിക്കുവാൻ, ആ കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ ഒഴുക്കുണ്ടാവും. ഹല്ലേലൂയ. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുക്കുക. ഹല്ലേലൂയ. കർത്താവായ യേശു ഹല്ലേലൂയ സുവിശേഷങ്ങളിൽ ഹല്ലേലൂയ ചില വ്യക്തികളെ നോക്കിയിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ വ്യക്തമായി പറയുന്നു, ചില വ്യക്തികളെ യേശു സ്നേഹിച്ച വ്യക്തികൾ എന്ന് പറയുന്നുണ്ട്. കർത്താവായ യേശു എല്ലാവരെയും സ്നേഹിച്ചു, ആരെ സ്നേഹിച്ചാലും, പക്ഷെ ചിലരെ നോക്കി ഒന്ന് എടുത്തു പറയുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 10 മത്തായിയുടെ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17, 18, 19, 20, 21, 22 വാക്യങ്ങൾ. അവൻ പുറപ്പെട്ടു യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ അവനോട്, ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഹല്ലേലൂയ. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. കർത്താവ് ഹല്ലേലൂയ. എത്രയോ പേരെ ഹല്ലേലൂയ കർത്താവ് കാണുന്നേ, പക്ഷെ ഇങ്ങനെ ഒന്നും പറയാത്ത എന്താ? പക്ഷെ കർത്താവ് അവനെ നോക്കി അവനെ സ്നേഹിക്കാൻ അവനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവൻ ദൈവകൽപ്പനയെ അനുസരിക്കുന്നവനായിരുന്നു. അവൻ ചെറുപ്പം മുതലേ ഹല്ലേലൂയ ഒന്നും തെറ്റിക്കാതെ ദൈവകൽപ്പന അനുസരിക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. കർത്താവിന് അവനെ നോക്കി അവനെ സ്നേഹിക്കാൻ തോന്നിയത് ഹല്ലേലൂയ അവൻ ചെറുപ്പം മുതലേ ഹല്ലേലൂയ ദോഷത്തെ വിട്ടകന്ന് ഹല്ലേലൂയ ദൈവ കൽപ്പനകൾ അനുസരിക്കുന്ന വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാന്റെ ഹല്ലേലൂയ ലേഖനത്തിന്റെ ഹല്ലേലൂയ 14 പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ അനുസരിക്കും. ഹല്ലേലൂയ. യേശു കർത്താവ് അവനോട് യേശു കർത്താവ് വലിയ സ്നേഹം തോന്നുവാൻ അവന്റെ പ്രത്യേകത, അവൻ ദൈവ കൽപ്പന അനുസരിക്കുന്നവനായിരുന്നു. പക്ഷെ ഒരു കുറവ് അവനിൽ കണ്ടു, അതിനെ നികത്തുവാനാണ് കർത്താവ് പറഞ്ഞത്. അവനെ സ്നേഹം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ചിലതിനെ നികത്തുവാനോ നമ്മളെ കുറ്റപ്പെടുത്തുവാനല്ല,
നമ്മളെ തകർത്ത് കളയുവാനല്ല, നമ്മളെയും സ്നേഹിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ഹല്ലേലൂയ ആ കർത്താവിനെ പൂർണ്ണമായി സ്നേഹിക്കാൻ തടസ്സമായിട്ടുള്ളതിനെ കാണുമ്പോൾ ഹല്ലേലൂയ ദൈവം അത് തിരുത്താൻ ആഗ്രഹിക്കും. ഹല്ലേലൂയ. ഈ വ്യക്തിയുടെ പ്രശ്നം ആ വ്യക്തി ധനവാനായത് കൊണ്ടെന്നല്ല. ഹല്ലേലൂയ. അവൻ ധനവാനായത് കൊണ്ട് അവൻ കുറവുള്ളവനെന്നൊന്നല്ല. പക്ഷേ അവന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ധനത്തെക്കാൾ അപ്പുറമായി യേശുവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, ഇത് നീ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കെന്ന് പറഞ്ഞപ്പോൾ അതിനെ വിടാൻ വയ്യ. ഹല്ലേലൂയ. അല്ലാതെ ധനവാന്മാരെ എല്ലാം കർത്താവിന്റെ ദേഷ്യം, ദൈവത്തിന്റെ ദേഷ്യവുമല്ല. തന്റെ മക്കൾ ദാരിദ്ര്യത്തിൽ കിടക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന അപ്പനല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അങ്ങനെ അല്ലെന്നുള്ളതിനൊരു തെളിവ് തരാം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 27:57 വായിച്ചു. സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ യോസഫ് എന്ന ധനവാൻ താനും യേശുവിന്റെ ശിഷ്യനായി ഇരിക്കയാൽ വന്നു. അപ്പൊ യേശുവിന്റെ ശിഷ്യന്മാരിൽ ആരുണ്ടായിരുന്നു? ധനവാന്മാരുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം കർത്താവ് ധനവാന്മാരെ വെറുക്കുന്നല്ല. പക്ഷെ ആ വ്യക്തിയുടെ പ്രശ്നം ഹല്ലേലൂയ ധനത്തെ മുറുകെ പിടിക്കുന്നതായിരുന്നു. അതിനേക്കാൾ അപ്പുറമായി യേശുവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ബാക്കി എല്ലാം അനുസരിച്ചു. ഒരു കാര്യത്തിൽ മാത്രം ഹല്ലേലൂയ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ അവന് കഴിയാതെയായി പോയി. അല്ലെങ്കിൽ തന്റെ ശിഷ്യനായ യേശു, ദൈവം അങ്ങനെ വെറുക്കുന്ന വ്യക്തിനെ ആദ്യം തന്റെ ശിഷ്യനായിരിക്കുന്ന അരിമത്യക്കാരനെ യോസഫിനോട് പറഞ്ഞേനെ. ഹല്ലേലൂയ. കർത്താവിനറിയാം ഹല്ലേലൂയ യോസഫിനൊരു പ്രത്യേകതയുണ്ട്. അവന്റെ ധനത്തെക്കാൾ കർത്താവിനെ സ്നേഹിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ധനമായിരിക്കത്തില്ല, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറുത് കാണും. നമുക്ക് ഹല്ലേലൂയ കർത്താവിനെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിക്കാൻ കഴിയാത്തത്. ചിലർക്ക് ധനത്തോടായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് വാഹനത്തോടായിരിക്കാം, ചിലർക്ക് മക്കളോടുള്ള അതിയായ സ്നേഹമായിരിക്കാം. ഹല്ലേലൂയ. ഇങ്ങനെ പലവിധ കാര്യങ്ങളുണ്ട്. എന്നുവെച്ചാൽ കർത്താവിനേക്കാൾ കൂടുതലായി ചിലർക്ക് സ്റ്റാറ്റസ് ആയിരിക്കാം. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് നോക്കിയിട്ട് അവനെ സ്നേഹിച്ച് അവനെ കൂടെ കൂട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവന് കുറവില്ലാത്തവനായി കാണുവാൻ ആഗ്രഹിച്ചു. ഇന്ന് പരിശുദ്ധാത്മാവിന് നമ്മളിൽ പൂർണ്ണമായും ഹല്ലേലൂയ പ്രവർത്തിക്കുവാൻ, നമ്മൾ കർത്താവായ യേശുവിനെ പോലെ കുറവില്ലാത്തവരായി തീരുവാൻ. ഹല്ലേലൂയ. അത് കർത്താവായ യേശുവിനെ ആഴത്തിൽ സ്നേഹിക്കുവാൻ. ഹല്ലേലൂയ. ആ ധനവാനായ വ്യക്തിക്ക് ധനത്തെക്കാൾ വലുതായി ദൈവത്തെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. ഇത് പറഞ്ഞതും അവൻ വിട്ടിട്ട് ഓടി. അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, അവന് ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ധനത്തെക്കാൾ വലുതായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ, ദൈവത്തെ ഹല്ലേലൂയക്കാൾ വലുതായി വേറെ എന്തെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. എന്തെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഒരു പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഒഴുക്കുണ്ടാവാൻ, യേശു കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കുവാൻ. അതിനെ പറഞ്ഞതുപോലെ വിടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിട്ടിട്ട് കർത്താവിനെ സ്നേഹിക്കുവാൻ. അനേകർക്ക് കർത്താവിനെ അറിഞ്ഞിട്ടും വിശ്വാസത്തിൽ വരാൻ കഴിയാത്തത് അവരുടെ സ്റ്റാറ്റസും ധനമൊക്കെയാണ്. ഹല്ലേലൂയ. പക്ഷെ പിതാവ് ആഗ്രഹിക്കുന്നു, അല്ല ഇവരെയെല്ലാം എന്റെ മക്കളെന്ന് വിളിക്കുവാൻ ഞാൻ ഇവരെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശു ഒരു കാര്യം പോലും ബാക്കി വെച്ചില്ല. അല്ല, ഒന്നുപോലും ബാക്കി വെക്കാതെ സകലതും നമുക്ക് വേണ്ടി ഉപേക്ഷിച്ചു. ഹല്ലേലൂയ. സകലതും കാൽവറിയിൽ യാഗമാക്കി തീർത്തു. അവസാന നിമിഷത്തിലേക്ക് കർത്താവിന് ചിന്തിക്കായിരുന്നു, ഞാൻ എന്തിനാ ഈ കഷ്ടം സഹിക്കുന്നതെന്ന്. ഹല്ലേലൂയ.
പക്ഷെ അവൻ സകലത്തെ തന്റെ പ്രാണനെ പോലും നമുക്ക് വേണ്ടി ഉപേക്ഷിച്ചു. ഹല്ലേലൂയ. അപ്പൊ പിതാവ് പുത്രൻ എന്ന്, ഹല്ലേലൂയ, പുത്രി എന്ന് നമ്മളെ കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവായ യേശുവിനെ പോലെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് സകലത്തെ വിടിഞ്ഞതുപോലെ അവനെ പൂർണ്ണമായി സ്നേഹിക്കുന്നവരെ. ഹല്ലേലൂയ. മറ്റൊരിടത്ത് കാണാൻ കർത്താവായ യേശു 3 വ്യക്തികളെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു, യേശു കർത്താവ് സ്നേഹിച്ച 3 പേർ, മാർത്ത, മറിയ, ഹല്ലേലൂയ, ലാസർ. 3 വ്യക്തികൾ. ഹല്ലേലൂയ. അതിൽ ഒന്നാമത്തെ വലിയൊരു ഗുണം ഉണ്ടാവുന്നത്, ഹല്ലേലൂയ, അവിടെ പറഞ്ഞു മാർത്ത യേശുവിനെ കൈക്കൊണ്ടു, അവനെ തങ്ങളുടെ ഭവനത്തിലേക്ക് കൈക്കൊണ്ടു. എന്ന് വെച്ചാൽ കർത്താവിനെ റിസീവ് ചെയ്തു, യേശുവിനെ അക്സെപ്റ്റ് ചെയ്തു. ഹല്ലേലൂയ. വീട്ടിന്റെ പുറത്ത് വെച്ച് മാത്രമല്ല, ഭവനത്തിന്റെ അകത്തേക്കും കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നമ്മുടെ പുറത്ത് മാത്രമല്ല, അകത്തേക്കും, ഭവനത്തിലും, സഭയിലും, നമ്മുടെ ജീവിതത്തിലും എല്ലായിടത്തും ക്രിസ്തുവിനെ കൈക്കൊണ്ടാൽ, ഹല്ലേലൂയ. ഓക്കെ, മറിയെ മാത്രം നോക്കിയിട്ട് കർത്താവിന് പറഞ്ഞാൽ പോരെ ഞാൻ സ്നേഹിച്ച മറിയ എന്നില്ല. അവിടെ പറഞ്ഞു കർത്താവ് സ്നേഹിച്ച മാർത്ത, മറിയ, ലാസർ. ഹല്ലേലൂയ. ഒരാളെ മാത്രം ബാക്കി വെച്ചിട്ടല്ല, 3 പേരെ ചേർത്താ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11:1. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബേഥാനിയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയ ആയിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരന്മാർ അവന്റെ അടുക്കൽ ആളയച്ചു. കർത്താവേ, നിനക്ക് പ്രിയനായ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനത്രേ അത്രേ എന്ന് പറഞ്ഞു. അടുത്തത് കൂടെ വായിച്ചു. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. മറിയ മാത്രം സ്നേഹിച്ചെന്നല്ല പറയുന്നത്, 3 പേരെയും സ്നേഹിച്ചു. കാരണം ഇവർ 3 പേരും കർത്താവിനെ തങ്ങളുടെ ഭവനത്തിലേക്ക്, ഹല്ലേലൂയ, കൂട്ടിക്കൊണ്ടുവന്നവരാ. അവനെ വഴിയിൽ വെച്ച് കണ്ട് അപ്പവും മീനും ഭക്ഷിച്ച് അവിടെ വിട്ടിട്ട് പോവാൻ വന്നവരല്ല. അവനെ കൈക്കൊണ്ട് അവനെ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന്, ഹല്ലേലൂയ, അവനോടൊപ്പം ഇരിക്കുവാൻ ആഗ്രഹിച്ചതാ. കർത്താവിനെ, ഹല്ലേലൂയ, ആഴത്തിൽ സ്നേഹിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, അവനെ കൈക്കൊള്ളുന്നവരായി. ഹല്ലേലൂയ. സഭാരാധനയിൽ മാത്രമല്ല, കുടുംബ പ്രാർത്ഥനയിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ജോലി മേഖലയിലും, നമ്മൾ പോകുന്ന ഏതൊക്കെ മേഖലയുണ്ടോ, നമ്മളെ ഇടപെടുന്ന എവിടൊക്കെയുണ്ടോ, ഹല്ലേലൂയ, അവിടെയെല്ലാം കർത്താവായ യേശുവിനെ ആനയിച്ചു കൊണ്ടുവന്ന പ്രധാന സീറ്റിലിരുത്തിയ ആൾ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിന്റെ ഏറ്റവും, ഹല്ലേലൂയ, നമ്മുടെ ചിന്തകളുടെ ഒക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പ്രധാന സ്ഥലത്ത് കർത്താവാണെങ്കിൽ, ഹല്ലേലൂയ, അങ്ങനെയുള്ളവരെ നോക്കിയിട്ട് ആ കർത്താവ് പറയുന്നേ, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി. മറ്റുള്ളവരെ സ്നേഹിച്ചില്ലെന്നല്ല, എല്ലാവരും കർത്താവ് സ്നേഹിച്ചു. പക്ഷെ ഇവരോട് എന്തൊരു പ്രത്യേകത കർത്താവിനുണ്ട്. ഇവരെ, ഹല്ലേലൂയ, തിരുവചനം ഇവരെ എടുത്തു പറയുന്നു, കർത്താവ് സ്നേഹിച്ചു എന്നവരെ. ഹല്ലേലൂയ. ആദ്യത്തെ വ്യക്തിയെ കുറിച്ച് പറഞ്ഞു ദൈവ കൽപ്പന അനുസരിക്കുന്നവൻ. രണ്ടാമത്തെ വ്യക്തികളെ കുറിച്ച് പറയുന്നു കർത്താവിനെ കൈക്കൊണ്ടവർ, തന്റെ ഭവനത്തിൽ കൊണ്ടുവന്നവർ, അവന് ഏറ്റവും പ്രധാന സ്ഥാനം കൊടുത്തിരുത്തിയവർ. പിന്നെ അടുത്ത പറയുന്നു അവന്റെ കാൽക്കലിരുന്ന്, ഹല്ലേലൂയ, അവന്റെ വചനത്തെ കേൾക്കുന്ന വ്യക്തി. ഹല്ലേലൂയ. മറിയെ കുറിച്ച് പറയുന്നു, മറിയ അവന്റെ കാൽക്കലിരിക്കുന്ന വ്യക്തിയാ. ഹല്ലേലൂയ. അവിടെ നടക്കുന്ന ഒന്നും അവൾക്ക് വിഷയമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന വചനം അവൾക്ക് ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അടുത്തത് പറയുന്നു ഹല്ലേലൂയ, അവൾ ഹല്ലേലൂയ ഏറ്റവും വില കൂടിയ പരിമള തൈലം ഹല്ലേലൂയ എടുത്ത് അവന്റെ കാൽക്കൽ ഒഴിച്ചു. ഹല്ലേലൂയ. ഏറ്റവും ഹല്ലേലൂയ സുഗന്ധമുള്ളത്, ഏറ്റവും നല്ലതായത്, ഏറ്റവും വിലപിടിപ്പുള്ളത് കർത്താവിന്റെ കാൽക്കൽ കൊണ്ടുവന്നിട്ടു. ഹല്ലേലൂയ. അവ കാൽക്കൽ ഇന്ന് വചനം കേട്ടത് മാത്രമല്ല, അവക്കുള്ളത് ഏറ്റവും പ്രഷ്യസ് ആയതിനെ കൊണ്ടുവന്ന് കർത്താവിന്റെ മുമ്പിലേക്ക് അങ്ങിട്ട് കൊടുത്തു. ഹല്ലേലൂയ. അവന്റെ കാൽക്കല. ഹല്ലേലൂയ. കർത്താവ് ഇച്ചിരി കൂടെ സ്പെഷ്യലായി കാണുന്നവരെ ഹല്ലേലൂയ കുറിച്ച് കർത്താവ് പറയുക, ഹല്ലേലൂയ കൈക്കൊണ്ടു, ഹല്ലേലൂയ വചനം കേട്ടു, കാൽക്കലിരുന്ന് അവന്റെ വചനം കേൾക്കുവാൻ മാത്രമല്ല അവർക്ക് ഏറ്റവും വലുതെന്ന് കാണുന്നതിനെ അവർ മുമ്പിൽ കൊണ്ടുവന്നു, അവന്റെ കാൽക്കൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രഷ്യസ് ആയി തോന്നുന്നതിനെ കർത്താവിന്, നമ്മുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ ഹല്ലേലൂയ മക്കളെ ഭയങ്കര പ്രഷ്യസാ, കർത്താവിന് വേണ്ടി കൊടുക്കുക. കർത്താവേ നിനക്കായി, നിന്റെ വേലയ്ക്കായി. ഹല്ലേലൂയ. അല്ല മറ്റെന്തെങ്കിലും ആദ്യം പറ, കർത്താവേ ഹല്ലേലൂയ ഇതിനേക്കാൾ വലുതായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഇതല്ല എനിക്ക് വലുത്. ഹല്ലേലൂയ. ഞാനിവിടെ കഴിഞ്ഞ ദിവസം ഞാൻ എബിയുടെ വിട്ടപ്പോൾ അവരോട് പറഞ്ഞ, എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമായിരുന്നു ക്രിക്കറ്റ് കളിക്കുന്നത്. ദൈവത്തെ അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഈ ഗെയിം കളിക്കത്തില്ല. ഹല്ലേലൂയ. അത് കളിച്ച പാവമായതുകൊണ്ടല്ല, പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷമെന്ന് തോന്നുന്നതിനെ ഞാൻ വേണ്ടെന്ന് വെക്കുന്നു. അതിലും സന്തോഷമുള്ള കർത്താവിനെ എനിക്ക് മതി. ഹല്ലേലൂയ. നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഗെയിം കളിക്കുന്നയാവാം, ഏറ്റവും സന്തോഷം തന്നെ അതാണെങ്കിൽ അതിനെ കൊണ്ടൊന്ന് കർത്താവിന്റെ കാൽക്കൽ കളാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്ല എന്തെങ്കിലും എന്റർടൈൻമെന്റ്സ് ഒക്കെ കാണുന്നയാവാം. ഹല്ലേലൂയ. അതിലും വലിയ പ്രഷർ സന്തോഷം തരുന്ന ഹല്ലേലൂയ ഒരുവൻ ക്രിസ്തുവാ. അവന്റെ കാൽക്കൽ അതിനെ കളഞ്ഞ, അതിനെ ഉപേക്ഷിച്ചാൽ, അതിന്റെ വില നോക്കാതെ, അല്ലെങ്കിൽ അതിന്റെ സുഗന്ധം നോക്കാതെ, അതിന്റെ ഗുണം നോക്കാതെ, അതിന്റെ മേന്മ നോക്കാതെ കർത്താവിന്റെ കാൽക്കൽ അതിനെ വലിച്ചെറിയുവാൻ, ഹല്ലേലൂയ എനിക്ക് വലുതായി വെച്ചിരുന്നതിനെ, പ്രഷ്യസ് ആയി സൂക്ഷിച്ചതിനെ ഹല്ലേലൂയ കാൽക്കൽ കൊണ്ടിട്ട് മറിയെ കുറിച്ച് കർത്താവ് ഹല്ലേലൂയ കർത്താവ് സ്നേഹിച്ച മറിയ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നു, യേശു സ്നേഹിച്ച തന്റെ ശിഷ്യൻ യോഹന്നാൻ. ഹല്ലേലൂയ. യോഹന്നാന്റെ അടുത്തൊരു പ്രത്യേകതയുണ്ട്, അവനൊന്നും വേണ്ട, കർത്താവിന്റെ മാരണം മതി. ഹല്ലേലൂയ. വലിയ ശുശ്രൂഷ പോലും വേണ്ട, എനിക്ക് ആ മാരണത്തിൽ ആ ചേർന്നിരുന്നാ മതി. ഹല്ലേലൂയ. കർത്താവായ യേശു സ്നേഹിച്ചു എന്ന് പറയുന്ന വ്യക്തികളുടെ പ്രത്യേകതയാ. ഹല്ലേലൂയ. ദൈവ കൽപ്പന അനുസരിക്കുന്നവർ, ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടവർ, അവന്റെ വചനത്തെ സ്വീകരിച്ചവർ, ഹല്ലേലൂയ അവർക്ക് ഏറ്റവും വലുതെന്ന് തോന്നിയത് അവന്റെ കാൽക്കൽ കൊണ്ടുവന്നിട്ടവർ, ഹല്ലേലൂയ അതിനെ അവിടെ ഇട്ട് ഹല്ലേലൂയ അത് കർത്താവിന് അങ്ങ് കൊടുത്തു. ഹല്ലേലൂയ. അടുത്ത പറയുന്നു, കർത്താവിന്റെ മാറോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ, നമ്മളെ സ്നേഹിച്ച കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുക്കുണ്ടാകണമെങ്കിൽ ഇങ്ങനെ യേശുവിനെ സ്നേഹിക്കുവാൻ, അവനെ ഹല്ലേലൂയ കൈക്കൊണ്ട് ഹല്ലേലൂയ പ്രഷ്യസ് ആയതിനെ, ഗുണമുള്ളതിനെ, നന്മയുള്ളതിനെ, ഹല്ലേലൂയ സുഗന്ധമുള്ളതിനെ കൊണ്ടുവന്ന് ഹല്ലേലൂയ കർത്താവേ നിന്റെ പാദപീഠത്തിൽ ഹല്ലേലൂയ ഞാൻ ഇടുന്നു എന്ന് പറയുവാൻ. ഇതങ്ങനെ ഉപേക്ഷിക്കാൻ തയ്യാറാണോ? പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ കവിഞ്ഞൊഴുക്ക്. ഓ ഓ ഹല്ലേലൂയ. കർത്താവായ യേശുവിന് ഒരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ.
കർത്താവായ യേശുവിന് ഒരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. സുഗന്ധ തൈലം, പ്രഷ്യസായ സുഗന്ധ തൈലവും മറിയ നീ കൊണ്ടുവന്ന് ഹല്ലേലൂയ അവന്റെ കാൽക്കൽ കളഞ്ഞില്ലേ, അവൻ നിന്നെ മറക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ സഹോദരൻ നാറ്റം വമിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ നീ സുഗന്ധ തൈലമല്ലേ കൊണ്ടുവന്ന് കളഞ്ഞത്, നിന്റെ സഹോദരൻ നാറ്റം വമിച്ച് കല്ലറയ്ക്കകത്തിരിക്കുമ്പോൾ അവനെ പുറത്തെടുക്കുവാൻ കർത്താവ് വരും. ഹല്ലേലൂയ. നീ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ഉപേക്ഷിച്ചാൽ, ഹല്ലേലൂയ, വേണ്ടെന്ന് വെച്ചാൽ അത് നിനക്ക് നഷ്ടമായി തീരത്തില്ല. നിനക്ക് കഴിയാത്ത മേഖലകളിൽ, ഹല്ലേലൂയ, നിനക്ക് ചെന്നെത്താൻ പറ്റാത്ത മേഖലയിൽ നിന്നെ സഹായിപ്പാൻ അവൻ നിശ്ചയം വരും. പലർക്കും ആശ്ചര്യം തോന്നി ഇവൾ കാണിക്കുന്നത് എന്താണെന്ന്. പക്ഷെ അതിന്റെ ഹല്ലേലൂയ നന്മ വെളിപ്പെട്ടത് അവൾ കഷ്ടത്തിൽ ഇരുന്നപ്പോൾ, അവൾക്ക് ഹല്ലേലൂയ സഹായിക്കാൻ ആരുമില്ലാതെ വന്ന അവസ്ഥയിൽ, അവൾക്ക് ഉള്ള ഏറ്റവും വിലപിടിപ്പുള്ള സഹോദരൻ നഷ്ടമായപ്പോൾ ഹല്ലേലൂയ കർത്താവ് അവിടെ വന്നു. അവന്റെ സ്നേഹം അത് വലുതാ. വാക്ക് പറഞ്ഞ മാറുന്ന ദൈവമല്ല. അവന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അത് മറക്കുന്ന ദൈവമല്ല. അവനെ സ്നേഹിച്ചാൽ അവൻ കൈവിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പലതും ഇതേപോലുള്ള കാര്യങ്ങളെ ഓർത്തിട്ട പലതും വിടാത്തത്, പലതും വിട്ടുകളയാത്തത്. പക്ഷേ ഹല്ലേലൂയ മറിയയുടെ ജീവിതം നോക്ക്. അവൾ ഹല്ലേലൂയ അതുകൊണ്ട് അവന്റെ കാൽക്കൽ ഹല്ലേലൂയ ഒഴിച്ചിട്ട് അവളുടെ മുടി കൊണ്ട് അതിനെ ഹല്ലേലൂയ അവന്റെ കാൽ തുടച്ചപ്പോൾ അവളുടെ സഹോദരന്റെ നാറ്റം വമിച്ച ശരീരത്തെ മരണത്തിൽ നിന്ന് ഹല്ലേലൂയ പുറത്തു കൊണ്ടുവന്ന്, കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ജീവനുള്ളവനാക്കി നിർത്തിക്കൊടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷെ മറിയേ, നീ സുഗന്ധ തൈലം സൂക്ഷിച്ചു വെച്ച് ആ ശവത്തിൽ എത്ര അത് പൂശിയാലും ഹല്ലേലൂയ അത് പിന്നെയും നാറ്റം വമിച്ചോണ്ടേ ഇരിക്കത്തുള്ളായിരുന്നു. ഹല്ലേലൂയ. അതിലെത്ര സുഗന്ധ തൈലം കൊണ്ടുവന്ന് ശവശരീരത്തിൽ പൂശിയാലും കുറച്ചു ദിവസം കഴിയുമ്പോൾ പിന്നെയും നാറ്റം വമിക്കും. പക്ഷേ നീ അതിനെ കർത്താവിന്റെ കാൽക്കൽ കളഞ്ഞപ്പോൾ, ഹല്ലേലൂയ കർത്താവിന്റെ കാൽക്കൽ ഒഴിച്ചപ്പോൾ, ഒരിക്കലും നിന്റെ സഹോദരൻ നാറ്റം വമിക്കാത്ത രീതിയിൽ എത്ര സുഗന്ധ തൈലം പൂശിയാലും ലാസന്റെ ശരീരത്തിൽ നിന്ന് നാറ്റം വന്നേനെ. പക്ഷെ കർത്താവ് തൊട്ടപ്പോൾ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കർത്താവിനെ ഒന്ന് സ്നേഹിക്കുവാൻ, ഹല്ലേലൂയ, ആ വലുതെന്ന് കണ്ടതിനെ, പ്രഷ്യസ് എന്ന് കണ്ടതിനെ, വിലവെടുപ്പുള്ളതായി സുഗന്ധമുള്ളതായി നല്ലതെന്ന് കണ്ടതിനെ കർത്താവിന്റെ കാൽക്കൽ കൊണ്ടുവന്നൊന്ന് കൊടുത്താൽ, ഹല്ലേലൂയ. കർത്താവായ യേശു കൽവറിയിൽ കിടന്ന് എന്റെ പിതാവേ, എന്റെ പിതാവേ, നീ എന്നെ കൈവിട്ടത് എന്തേന്ന് ചോദിച്ചു. പക്ഷെ തന്റെ പ്രാണനെ പിതാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചപ്പോൾ അവൻ മരണത്തിൽ നിന്ന് തന്റെ പുത്രനെ ജീവിപ്പിച്ചു. എല്ലാ നാമത്തിലും മേലായ നാമം നൽകി. മരണത്തെയും പാതാളത്തിന്റെയും താക്കോൽ അവന്റെ കയ്യിൽ നൽകി. ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിന് കൊടുത്ത് അവനെ സ്നേഹിക്കാൻ തയ്യാറായ, ഓ ഹല്ലേലൂയ, കർത്താവിന് കൊടുത്ത് അവനെ സ്നേഹിക്കാൻ തയ്യാറായ ആരോഗ്യമാണോ കർത്താവിന് കൊടുക്കുക. ഹല്ലേലൂയ. രോഗം വരാതെ അവൻ നോക്കിക്കൊള്ളും. പക്ഷെ അവന്റെ നാമത്തിന് വേണ്ടി, ഹല്ലേലൂയ, അവനെ സ്നേഹിക്കുന്ന കർത്താവായ യേശു നമ്മളെ സ്നേഹിച്ചു എന്ന് പറയുകയല്ല ചെയ്തത്. അവൻ തന്റെ പ്രാണനെയും കൂടെ നമുക്ക് തന്ന് കാണിച്ചെങ്കിൽ നമ്മൾ കർത്താവായ യേശുവിനെ സ്നേഹിക്കാന്ന് പറയല്ല, നമുക്കുള്ളതിനെ അവന് കൊടുത്ത്, നമുക്ക് പൂർണ്ണമായി അവന് വിട്ടുകൊടുത്ത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ കർത്താവ് ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യാൻ ഉത്സാഹിക്കുമ്പോൾ, വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഉത്സാഹിക്കുമ്പോൾ, മാറോട് ചേർന്ന് ഹല്ലേലൂയ കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന യോഹന്നാനില്ലേ,
യോഹന്നാനെ, നീ അങ്ങനെ പറ്റിച്ചേർന്നിരുന്നാൽ പത്മോസ് ദ്വീപിൽ നീ ഏകനായി കിടക്കുമ്പോൾ, നീ ഏകനായി കിടക്കുമ്പോൾ, നീ പറ്റിച്ചേർന്നിരുന്ന് മറ്റുള്ളതൊന്നും ചെയ്യാൻ നീ ഇരുന്നില്ലേ, അത് നിനക്ക് പാഴായി പോയ സമയമല്ല. നീ ഏകനായി കിടക്കുമ്പോൾ നിനക്ക് വേണ്ടി ആ ദ്വീപിലേക്ക് ആർക്കും വന്ന് അടുക്കാൻ കഴിയത്തില്ല, ആർക്കും അവിടെ വന്ന് നിനക്ക് കൂട്ടിരിക്കാൻ ഒക്കത്തില്ല. പക്ഷേ നീ മറ്റുള്ളവരെയൊക്കെ വിട്ടിട്ട് കർത്താവിന്റെ മാറോട് ചേർന്നിരുന്നാൽ നിനക്കൊന്നും നഷ്ടമായി പോകത്തില്ല. അവനെ അങ്ങനെ സ്നേഹിച്ചാൽ നീ ഏകനായി കിടക്കുമ്പോൾ നീ ഇറങ്ങി വന്ന് നിന്നെ പിടിച്ച് സ്വർഗത്തെ കൊണ്ടുപോയി ദൂതന്മാരെ കാണിക്കുക. നീ ഏകനല്ല യോഹന്നാനെ, നീ ഏകനല്ല. നീ കാണ് ദൂതന്മാർ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ കാണ് ദൂതന്മാരെ കാണ്, സിംഹാസനത്തെ കാണ്. നീ കാണുവാൻ അനേകം കാര്യങ്ങളുണ്ട്. നീ അത്ഭുതങ്ങളെയും രോഗസൗഖ്യങ്ങളെയും അപ്പം വർദ്ധിപ്പിക്കുന്നതൊക്കെ കാണാതെ നീ ആ മാറോട് ചേർന്നിരുന്നെങ്കിൽ അവർക്കാർക്കും കാണിക്കാത്ത ചിലതിനെ നിന്നെ കാണിക്കുക. ദൈവമക്കളെ, ഹല്ലേലൂയ, ഇന്ന് അങ്ങനെ ദൈവത്തിന് വേണ്ടി സമയം കൊടുത്താൽ ആ സമയമൊന്നും നഷ്ടമായി പോകുന്നു. പലപ്പോഴും പ്രാർത്ഥിക്കാൻ സമയം കിട്ടാതെ, ആ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുവാൻ സമയം കിട്ടാതെ, ഹല്ലേലൂയ, കൂട്ടായ്മയിൽ ഇരിക്കുവാൻ സമയം കിട്ടാതെ നമ്മളോട് ഓർത്തോ, ഹല്ലേലൂയ, അവന് വേണ്ടി ആരെങ്കിലും അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവനെ സ്നേഹിക്കുന്നവർ അവർ ബോഷരായി തീർന്നത് കൊണ്ടല്ല, ആരുമില്ലാത്ത സമയത്ത് അവർക്ക് വേണ്ടി അവൻ ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലയിടത്തും ഹല്ലേലൂയ പല കാര്യങ്ങൾ പറഞ്ഞ് ഹല്ലേലൂയ പലരോടുകയാ. പ്രാർത്ഥിക്കാൻ സമയമില്ല, കാരണം പാർട്ടികളും ഹല്ലേലൂയ ആഘോഷങ്ങളും പലത് കിടക്കുകയാ. പക്ഷെ ആഘോഷിക്കാൻ പറ്റാത്തൊരു സമയം വരുമ്പോൾ, ഹല്ലേലൂയ ആർക്കും അടുക്കാൻ പറ്റാത്ത സമയം വരുമ്പോൾ, നിനക്ക് വേണ്ടി നിന്നെ സ്നേഹിക്കുന്ന കർത്താവ് ഇറങ്ങി വരണമെങ്കിൽ നിനക്ക് ഹല്ലേലൂയ ഉള്ള ടൈമിനെ അവൻ കൊടുക്കുക. ഹല്ലേലൂയ നിനക്കുള്ള സമയത്തെ കൊടുക്കുക. ഹല്ലേലൂയ നിനക്കുള്ളതിനെ അവന് കൊടുക്കുക. ഹല്ലേലൂയ കർത്താവായ യേശു പറഞ്ഞു, ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത നാൾ വരുന്നുണ്ട്. അന്ന് നിനക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഇപ്പോൾ നീ അവന് കൊടുക്കുക. ഹല്ലേലൂയ. അങ്ങനത്തെ നാൾ വരുമെന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് വെച്ച് നമ്മളെല്ലാം കണ്ടു, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ, പുറത്തിറങ്ങാൻ പറ്റാതെ അടച്ചിരുന്ന നാളുകളൊക്കെ വന്നു. ഇനി അതിലും വലുതൊക്കെ വരുന്ന സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. പക്ഷെ നമുക്ക് കിട്ടിയ സമയത്തെ കർത്താവിന് വേണ്ടി കൊടുത്താൽ, ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത സമയത്ത്, ഹല്ലേലൂയ നോക്കിയ, ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ തന്റെ ശുശ്രൂഷ എല്ലാം ചെയ്ത് തികച്ചു. അവൻ കാരാഗ്രഹത്തിൽ കിടക്കുക, ഇനി ചെയ്യാവുന്നില്ല. പക്ഷേ കർത്താവിന് വേണ്ടി നീ പ്രവർത്തിച്ചെങ്കിൽ സകലത്തെ കൊടുത്ത് ഈ കാരാഗ്രഹത്തിൽ നിനക്ക് ചെയ്യുവാൻ പ്രവൃത്തിയുണ്ട്, നിനക്ക് എഴുതാനുണ്ട് ലേഖനങ്ങൾ സഭകൾക്ക് വേണ്ടി. ഹല്ലേലൂയ പ്രവൃത്തി. ഹല്ലേലൂയ ആരെങ്കിലും കാരാഗ്രഹത്തിലായാൽ ചെങ്ങലയിലിട്ട് ബന്ധിച്ചാൽ അവർക്ക് പ്രവർത്തിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ തന്റെ ജീവിതത്തെ ക്രിസ്തുവിന് കൊടുത്ത പൗലോസേ, നീ കാരാഗ്രഹത്തിൽ കിടന്നാലും സഭകളെ ശക്തിപ്പെടുത്തുവാൻ, സഭകളെ അടിസ്ഥാനത്തിൽ നിർത്തുവാൻ, സഭകളെ ഉപദേശത്തിൽ നിർത്തുവാൻ, ദൈവത്തിലേക്ക് പിടിച്ചടിപ്പിക്കുവാൻ നിന്റെ കത്തുകൾക്ക് ജീവനുണ്ടാകും. ഹല്ലേലൂയ. നീ എഴുതുന്ന ലെറ്ററുകൾക്ക് ഹല്ലേലൂയ 2000 വർഷം കഴിഞ്ഞാലും 3000 വർഷം കഴിഞ്ഞാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഹല്ലേലൂയ സഭകളെ ഹല്ലേലൂയ ക്രിസ്തുവിലേക്ക് കൊണ്ടുപോകുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ, പത്രോസ് കർത്താവിനെ സ്നേഹിച്ച് അവൻ കടലിനെ മൈൻഡ് ചെയ്തില്ല, കർത്താവിനെ നോക്കി. കടലിനെ നോക്കിയില്ല, കർത്താവിനെ നോക്കി. തൻ മുമ്പിലെ മരണത്തെ നോക്കിയില്ല, ജീവനുള്ളവനെ നോക്കി. ഹല്ലേലൂയ. അതിനെ അവന് വേണ്ടി കൊടുത്തു. കർത്താവേ, അത് നീയാണെങ്കിൽ ഞാൻ നിന്റെ അടുത്തേക്ക്. ഹല്ലേലൂയ. നമ്മൾ ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ചാൽ പറയാം, ഹല്ലേലൂയ അത്ര ദൂരത്തിൽ നിൽക്കാൻ പോലും പത്രോസ് ആഗ്രഹിക്കുന്നില്ല. കർത്താവേ, നിന്നെ വിട്ട് ഒത്തിരി മാറി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. അത് നീയാണെങ്കിൽ നിന്റെ അടുക്കലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കും എന്ന് പറയാമോ? കർത്താവേ,
നിന്റെ അടുക്കലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് തടസ്സമായി ഹല്ലേലൂയ വലിയ മരണം നിന്നാലും തിരമാല നിന്നാലും കടലിൽ നിന്നാലും പത്രോസ് പറയും, കർത്താവേ, ഇത് നീയാണെങ്കിൽ എനിക്കും നിന്റെ അടുക്കലേക്ക് വരണം. കർത്താവ് നോ എന്ന് പറയത്തില്ല. അങ്ങനെ ഒരു വ്യക്തി ആഗ്രഹിക്കാൻ നോ എന്ന് പറയത്തില്ല. ഓ കർത്താവ് പറയും, പത്രോസേ നീ വാ. എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? കർത്താവ്, എന്റെ മുമ്പിൽ എത്ര വലിയ തടസ്സമാ നിൽക്കുന്നെങ്കിലും, എത്ര വലിയ മരണമാ നിൽക്കുന്നെങ്കിലും, എത്ര വലിയ പ്രതികൂലമാ നിൽക്കുന്നെങ്കിലും, നിന്നെ വിട്ട് പിരിഞ്ഞു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ അടുക്കലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ അടുക്കലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ മുമ്പിൽ പ്രശ്നത്തെ ഞാൻ നോക്കുന്നില്ല. ഹല്ലേലൂയ, നിന്നെ നോക്കി മുമ്പോട്ട് വരുവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാക്കി 11 പേര് ബോട്ടിലിരിക്കുമ്പോൾ പത്രോസ് പറയാ, എനിക്ക് ബോട്ടിലിരുന്ന ഇനി പുറയ്ക്കത്തില്ല കർത്താവേ, ഇത് നീയാണെങ്കിൽ നിന്റെ അടുക്കിലേക്ക് വരണം. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരെ ആരെയും നോക്കണ്ട. അവരിയ്ക്കുന്നോ നിൽക്കുന്നോ കർത്താവിന്റെ അടുക്കിലേക്ക് പോകുന്നോ, ഇതൊന്നും അല്ല നമ്മുടെ പ്രശ്നം. കർത്താവേ, നീ എന്റെ അടുത്ത് ഇച്ചിരി വല്ല ദൂരെ വല്ലോ ആണെങ്കിൽ എനിക്ക് നിന്റെ അടുക്കൽ വരണം. എനിക്ക് നിന്നെ പിരിയണ്ട. ഹല്ലേലൂയ. മറ്റുള്ളവരെ ഹല്ലേലൂയ ആരോ എന്തോ, എനിക്കത് പ്രശ്നമില്ല കർത്താവേ. അത് നീ ആണെങ്കിൽ, എന്റെ മുമ്പിൽ നീ ആണെങ്കിൽ, എനിക്ക് നിന്റെ അടുക്കലേക്ക് വരണം. ഹല്ലേലൂയ. ഇതേ പത്രോസിനെ മരണത്തെ നോക്കാതെ, കടലിനെ നോക്കാതെ ഇറങ്ങിയ പത്രോസെ, നീ കാരാഗ്രഹത്തിൽ മരണം കാത്തു കിടന്നാൽ നീ മരിക്കത്തില്ല. എത്ര കാവൽക്കാരന്മാരെ നിർത്തിയാലും, എത്ര ചെങ്ങലയിട്ട് ബന്ധിച്ചാലും നീ മരിക്കത്തില്ല. നിന്റെ ചെങ്ങലകൾ പൊട്ടും. കാരാഗ്രഹ വാതിൽ തുറക്കും. കാരാഗ്രഹത്തിന്റെ പിറകിൽ മുമ്പിൽ നിൽക്കുന്ന എത്ര പടയാളികൾ നിന്നാൽ അവർ കാണാത്ത രീതിയിൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പലരും പ്രശ്നങ്ങൾ കണ്ടിട്ട അയ്യോ ഹല്ലേലൂയ അടുക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത്. പക്ഷെ പ്രശ്നങ്ങളെ നോക്കാതെ കർത്താവിന്റെ അടുക്കിലേക്ക് പോകുവാൻ ആഗ്രഹിച്ച പത്രോസിനെ എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് സ്നേഹിക്കുവാൻ. ഹല്ലേലൂയ. അത്രത്തോളം സ്നേഹിക്കുവാൻ, അവന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട്, അവനെ കൈക്കൊണ്ട് സഭയിൽ വരുമ്പോൾ മാത്രമല്ല, പ്രാർത്ഥന സമയത്ത് മാത്രമല്ല, സകലയിടത്തും കർത്താവിന് പ്രധാന സ്ഥാനം കൊടുത്ത് അവൻ പറയുന്നത് കേട്ടുകൊണ്ട് പ്രശസ്തായ വലുതായി സകലത്തെ അവന്റെ കാൽക്കൽ കൊടുത്തു. ഹല്ലേലൂയ. വിട്ടുമാറാൻ കഴിയാത്തതുപോലെ അവന്റെ മാറോട് ചേർന്നു. ഹല്ലേലൂയ. അങ്ങനെ സ്നേഹിക്കാനാണ് ഹല്ലേലൂയ ഇന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് ആത്മനദി ഹല്ലേലൂയ ഒഴുകും. കർത്താവായ യേശു നിന്ന് വിളിച്ചു പറഞ്ഞത്, ദാഹിക്കുന്നവരൊക്കെ എന്റെ അടുക്കിലേക്ക് വരും, എന്റെ അടുക്കിലേക്ക് വരും. ഞാൻ അങ്ങോട്ട് വരത്തില്ല. നിനക്ക് ദാഹിക്കുന്നെങ്കിൽ നീ ഇങ്ങോട്ട് വാ. പക്ഷെ നീ അടുത്തേക്ക് വരുമ്പോൾ സൂക്ഷിക്കണം. നീ കൽപ്പന അനുസരിക്കണം. നീ എന്നെ വലുതായി കാണണം. ഹല്ലേലൂയ. നീ എന്നെ ആഴത്തിൽ സ്നേഹിക്കണം. കർത്താവായ യേശു വാ, ദാഹിക്കുന്നവർ വാ എന്ന് പറയുമ്പോൾ ചുമ്മാ ഇങ്ങനെ ഓടിച്ചെന്ന് ഹല്ലേലൂയ കർത്താവെ ഇന്ന് താന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നതല്ല. കർത്താവ് പറഞ്ഞ നീ എന്റെ സ്നേഹത്തിലേക്ക്, എന്നിലേക്ക് ആഴത്തിലാണ്. ഹല്ലേലൂയ. നീ ദൂരത്തിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ദാഹിക്കുന്നവർ എന്റെ അടുക്കിലേക്ക് വാ. ആ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് അവരുടെ ഉള്ളിൽ നിന്നാണ്. ആരുള്ളിൽ? കർത്താവിന്റെ അടുക്കിലേക്ക് സകലത്തെയും വിട്ട് ഹല്ലേലൂയ സകല ഹല്ലേലൂയ വലുതെന്ന് കാണുന്ന സകലത്തെയും ഉപേക്ഷിച്ച് കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുന്ന അവരെ നോക്കിയിട്ട് ആ കർത്താവ് പറയുന്നത് തിരുവെഴുത്തുകളിൽ പറയുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ, ആരുടെ ഉള്ളിൽ? കർത്താവായ യേശുവിന്റെ അടുക്കലേക്ക് ഓടി വരുന്നവർ, അവനെ വിട്ട് മാറാൻ കഴിയാതെ അവന്റെ അടുക്കലേക്ക് പറ്റിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ആത്മനദി ഒഴുകണമെങ്കിൽ, നമ്മളിൽ നിന്ന് ആ നദി പുറപ്പെടണമെങ്കിൽ അവനെ ആഴത്തിൽ സ്നേഹിക്കുക, അവനെ ആഴത്തിൽ സ്നേഹിക്കുക, അവനെ ആഴത്തിൽ സ്നേഹിക്കുക. ഹല്ലേലൂയ.
ഹല്ലേലൂയ. സമർപ്പിക്കാമോ? കർത്താവേ, അങ്ങേ ആഴത്തിൽ സ്നേഹിക്കുന്നിടത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. കർത്താവ് ഇത്രയധികം സ്നേഹിച്ച മാർത്ത, മറിയ, ലാസർ സുഖമില്ല എന്ന് കേട്ടിട്ട് കർത്താവ് അവിടെ നിന്ന് അനങ്ങിയില്ല. മരിച്ചു 4-ാം നാൾ ആ ഭവനത്തിലേക്ക് കർത്താവ് ചെന്നു. ഹല്ലേലൂയ. മാർത്ത വന്നു, കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ ഈ അവസ്ഥ ഉണ്ടാകത്തില്ല. പക്ഷെ ഇനിയും നിനക്ക് കഴിയുമല്ലോ. ഹല്ലേലൂയ. ഇനിയും നിനക്ക് കഴിയുമല്ലോ. പുനരുദ്ധാന ദിവസത്തിലെ കാര്യമല്ല. കർത്താവ് പറഞ്ഞു, ആ ദിവസമല്ല, ഞാൻ തന്നെ ജീവനും പുനരുദ്ധാനവുമാകും. ഞാൻ തന്നെ ജീവനും പുനരുദ്ധാനവുമാകും. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അപ്പോഴും ലാസർ ഉയർത്തില്ല. ഹല്ലേലൂയ. മറിയെ പോയി വിളിച്ചുകൊണ്ടുവാ. മറിയ വന്നിട്ട് അത് തന്നെ പറഞ്ഞു. ഹല്ലേലൂയ. മറിയ അല്പം പിണങ്ങിയൊക്കെ ഇരുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. നമുക്ക് ഇതുപോലെ പിണക്കങ്ങളുണ്ട് ചിലപ്പോൾ. മറിയയുടെ പിണക്കം, ഞാൻ കാൽക്കലിരുന്നു വചനം കേട്ട വ്യക്തിയാണ്. ഞാൻ ആ ധൈര്യം മുഴുവൻ കാൽക്കൽ ഒഴിച്ച് എന്നെ മുടികൊണ്ട് തടവിയ വ്യക്തിയല്ലേ. പക്ഷേ എൻ്റെ ഈ പ്രശ്നത്തിൽ യേശു കർത്താവ് എവിടെ പോയി? ആളയച്ച് അവനെ വിളിപ്പിച്ചിട്ട് അവൻ വന്നില്ലല്ലോ. അല്ലെ പിണക്കത്തിലാണ് നമ്മൾ. ഇതുപോലെ കർത്താവെ, ഇത്ര സ്നേഹിച്ചിട്ടും ഒക്കെ വന്നില്ലല്ലോ. ഞാൻ എൻ്റെ ഈ പ്രശ്നത്തിൽ എന്നെ സഹായിക്കാൻ, എന്നെ വിടുവിക്കുവാൻ. ഹല്ലേലൂയ. പക്ഷെ മറിയ വന്നു. അവളും അതേപോലെ കർത്താവിൻ്റെ അടുത്ത് വന്നു. എന്ന് വെച്ചാൽ വലിയൊരു താഴ്മയുണ്ടായി. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് പ്രവർത്തിച്ചു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ സ്നേഹത്തിൽ താഴ്മയും കൂടെ ഉണ്ടാവണം. ഹല്ലേലൂയ. അവർ താഴ്ത്തിയപ്പോൾ ഹല്ലേലൂയ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങി. കർത്താവ് അവരെ സ്നേഹിച്ചില്ലെന്ന് പറയുന്നില്ല. കർത്താവ് സ്നേഹിച്ചു. ഹല്ലേലൂയ. പക്ഷെ കർത്താവിന് പ്രവർത്തിക്കുവാൻ ഒരു തടസ്സമുണ്ടായി. അവർ താഴ്മയില്ലാതെ പിണക്കത്തിലിരിക്കുകയാണ്. ഹല്ലേലൂയ. കാരണം അവർ എക്സ്പെക്ട് ചെയ്ത സമയത്ത് ഹല്ലേലൂയ സംഭവിച്ചില്ല. അവർ എക്സ്പെക്ട് ചെയ്ത സമയത്ത് കർത്താവ് ചെയ്യുന്നില്ല. പലപ്പോഴും നമുക്ക് പിണക്കവും ഹല്ലേലൂയ പലരും ദൈവത്തിൽ നിന്ന് വിട്ടുപോകുന്നതിന്റെ കാരണം ഇതാ. പലരും പറയുന്ന ഇപ്പോ പരിശുദ്ധാത്മാവില്ല, ദൈവമില്ല, പ്രവൃത്തിയില്ലെന്ന് പറയുന്നതിന്റെ കാരണം അവരെന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തത് സമയത്ത് നടന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇനിയോ ദൈവം പ്രവർത്തിക്കത്തൊന്നുമില്ല, ഇങ്ങനൊക്കെ പോയാൽ മതി. അതിൽ എക്സ്പെക്ട് ചെയ്തത് നടന്നില്ല, ആ സമയത്ത് സംഭവിച്ചില്ല. അതിന്റെ അർത്ഥം കർത്താവ് അവരെ സ്നേഹിച്ചില്ലെന്നല്ല. കർത്താവ് അവരെ സ്നേഹിച്ചു. പക്ഷെ അവരിൽ ആ ധനവാനെ കണ്ടതുപോലെ അവരിൽ ഒരു കാര്യം കർത്താവ് ആഗ്രഹിച്ചു, അവർ താഴ്മയാണ്. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് സ്നേഹിക്കാത്തത് കൊണ്ടല്ല നമ്മുടെ ചില വിഷയങ്ങളിൽ പ്രവർത്തിക്കാത്തത്. ഹല്ലേലൂയ. തെറ്റിദ്ധരിക്കരുത് കർത്താവിന്റെ സ്നേഹത്തെ. അവൻ സ്നേഹിക്കാത്തത് കൊണ്ടല്ല. ഹല്ലേലൂയ. ആ കനാന്യ സ്ത്രീ ചെന്ന് കർത്താവിന്റെ അടുത്ത് പറഞ്ഞു, എന്റെ മകൾക്ക് ഹല്ലേലൂയ ഭൂതമുണ്ട്. ഹല്ലേലൂയ. നീ അവളെ വിടുവിക്കണം. കർത്താവിന് പറ്റത്തില്ല. അടുത്ത അവള് പറഞ്ഞു ഹല്ലേലൂയ. അവളത് ഭൂമിയോളം താഴ്ത്തിയിട്ട് പറഞ്ഞു, മേശയിൽ നിന്ന് വീഴുന്നത് നായ്ക്കുട്ടികൾക്ക് ഭക്ഷിക്കാമല്ലോ. അത്രത്തോളം താഴ്ത്തിയപ്പോൾ കർത്താവ് ഇങ്ങനെ താഴ്ത്തുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാതിരിക്കാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. ആദ്യം കർത്താവ് പ്രവർത്തിച്ചു, അപേക്ഷിച്ചു. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചു, അപേക്ഷിച്ചു, കിട്ടിയില്ല, പിണങ്ങി. ഹല്ലേലൂയ. പക്ഷെ കനാന്യ സ്ത്രീ അതുകൊണ്ട് നിർത്തിയില്ല. അവൾ തന്നെത്താനെ അങ്ങ് താഴ്ത്തി. ഹല്ലേലൂയ.
മറിയ പിണങ്ങി. ഹല്ലേലൂയ. കർത്താവ് വന്നെന്ന് അറിഞ്ഞിട്ട് ഇറങ്ങി വന്നില്ല, പിണക്കൊക്കെ കാണിച്ചു. കർത്താവ് പ്രവർത്തിച്ചില്ല. ഹല്ലേലൂയ. കർത്താവ് സ്നേഹമില്ലെന്നല്ല, പക്ഷെ അവൾ താഴ്ത്തിയപ്പോ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ആഴത്തെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ചില കാര്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓർത്തോ, ഹല്ലേലൂയ, അവന് സ്നേഹക്കുറവുണ്ടല്ല, ഹല്ലേലൂയ, ഒരു താഴ്മ ആഗ്രഹിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. എവിടെ ഒരു താഴ്മ ആഗ്രഹിക്കുന്നു, ഏതോ ഒരു വിഷയത്തിൽ ഒരു താഴ്മ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പക്ഷെ താഴ്ത്തുന്നവരെ കാണാതെ പോകുന്ന കർത്താവല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. തന്നെ താഴ്ത്തുന്നവരെ. അശാദാധിപനില്ലേ, അശാദാധിപൻ പറഞ്ഞ കർത്താവേ, നീ എന്റെ ഭവനത്തിലേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഇതിൽ കൂടുതലൊന്നും താഴ്ത്താൻ വയ്യ. ആരാ? ഹല്ലേലൂയ. ശതാധിപനാ. ഹല്ലേലൂയ. അവനാ പറയുന്നത്. ഹല്ലേലൂയ. റോമക്കാരൻ. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ യഹൂദനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവനാ. അവന്റെ കീഴിൽ സൈന്യങ്ങളുണ്ട്. അവൻ അങ്ങോട്ട് പോന്ന് പറഞ്ഞാൽ പോകും, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ വരാനായിട്ട് അവന്റെ കീഴിൽ വേലക്കാരും ഭടന്മാരുമുണ്ട്. അവനാ പറയുന്നത്, എന്റെ ഭവനത്തിൽ വരുവാൻ കർത്താവേ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിക്കണേ. ഹല്ലേലൂയ. എന്നുവെച്ചാൽ അവന്റെ താഴ്മ അവനത്രത്തോളം താഴ്ത്തി. കർത്താവ് പറഞ്ഞു, യഹൂദന്മാരിൽ പോലും ഇങ്ങനൊരു വിശ്വാസം ഞാൻ കണ്ടില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ എങ്ങനെ? ഹല്ലേലൂയ. അവന്റെ കൽപ്പനകളെ അനുസരിച്ച്. അവന്റെ കൽപ്പന എന്ന് പറയുന്നതിൽ ഹല്ലേലൂയ എല്ലാ ദുർനടപ്പും വിട്ട്, എല്ലാ അശുദ്ധിയും വിട്ട്, അതെല്ലാം കൽപ്പനയിൽ വരുന്നുണ്ട്. അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവനെ കൈക്കൊണ്ട് ഹല്ലേലൂയ അവന് പ്രധാന സ്ഥാനം നൽകി. അവന്റെ വായിൽ നിന്ന് കേൾക്കുന്ന വചനത്തെ, ഹല്ലേലൂയ, തിരുവചനത്തെ ഹല്ലേലൂയ പ്രാപിച്ച് വലുതായി തോന്നുന്നതിനെ എല്ലാം അവന്റെ കാൽക്കൽ ഉപേക്ഷിച്ച് അവന്റെ മാറോട് ചേർന്ന് ഒരു ഗ്യാപ്പില്ലാതെ, കർത്താവേ ഒരു ഗ്യാപ്പില്ല, പത്രോസിനെ പോലെ ഒരു ഗ്യാപ്പില്ലാതെ ഹല്ലേലൂയ ചേർന്നിരുന്നു താഴ്ത്തിയേൽപ്പിക്കുവാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശു ആ ഗെത്സമനത്തോട്ടത്തിൽ താഴ്ത്തിയേൽപ്പിച്ചില്ലേ? പിതാവേ ഇതൊന്നും മാറ്റണമേ എന്ന് പറഞ്ഞിട്ട്, ഈ പാനപാത്രം ഒന്ന് മാറ്റണേ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞില്ലേ, കർത്താവേ താഴ്ത്തിട്ട് പറഞ്ഞു, കർത്താവേ എന്റെ ഹിതമല്ല നിന്റെ ഹിതം. ഹല്ലേലൂയ. അങ്ങനെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കുക. അങ്ങനെ ഏൽപ്പിക്കുന്നവര് അളവ് കൂടാതെ തന്റെ ആത്മാവിനെ പകരുവാൻ പിതാവ് ശക്തനായത്. തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം അളവ് കൂടാതെ നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് അളവ് വെച്ചിട്ടല്ല, അളവ് കൂടാതെ. ഹല്ലേലൂയ. എണ്ണം പറഞ്ഞിട്ടല്ല, എണ്ണം കൂടാതെ. ഹല്ലേലൂയ. അളക്കാൻ കഴിയാതെ. ഹല്ലേലൂയ. ആദ്യം ഒന്ന് അളന്നു നോക്കി. ഹല്ലേലൂയ. നരി അങ്ങിയോളമേ ഉള്ളൂ. രണ്ടാമതൊന്ന് അളന്നു നോക്കി, മുട്ടോളമേ ഉള്ളൂ. പിന്നെ ഒന്ന് അളന്നു നോക്കി, ഹല്ലേലൂയ, അരയോളമേ ഉള്ളൂ. പിന്നെ പറയുന്നു, ഇനി അളക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഇനി അളക്കാൻ പറ്റുന്നില്ല, ഇനി നീന്തിയിട്ടാലും കടക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. നമുക്കൊക്കെ ഒരളവിലാണ് ദൈവ പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ സാന്നിധ്യം നിൽക്കുന്നതെങ്കിൽ ഹല്ലേലൂയ ഇന്ന് അളവ് കൂടാതെ ഒരൊറ്റ കാര്യമുള്ള കർത്താവിനെ സ്നേഹിക്കുവാൻ. ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനെ ആദരിക്കാതെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചത് അവൻ ലോകത്തെ സ്നേഹിച്ചത് കൊണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. പാപികളും ദോഷികളുമായി കിടന്ന നമ്മളെ എന്റെ മക്കളെന്ന് വിളിക്കുവാൻ അവൻ ആഗ്രഹിച്ചത് കൊണ്ട്. ഹല്ലേലൂയ. അങ്ങനെ നമ്മളെ സ്നേഹിച്ചത് കൊണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ.
ദാസൻ ദാസി എന്ന് വിളിക്കുവാൻ ഇനി ആഗ്രഹിക്കാത്തത് കൊണ്ട്, മകനെ മകളെ എന്ന് വിളിക്കുവാൻ, പുത്രത്വത്തിന്റെ ആത്മാവിനെ പകരുവാൻ അപ്പൻ ആഗ്രഹിക്കുന്നത് കൊണ്ട്. തിരുവചനം പറയുന്നു, ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവർക്ക്. മാർത്തയും മറിയയെ ലാസറൊക്കെ കൈക്കൊണ്ടില്ലേ? ഹല്ലേലൂയ. അങ്ങനെ അവനെ ഒന്ന് കൈക്കൊണ്ടു, അവനിൽ വിശ്വസിച്ചു, താഴ്ത്തി പ്രാർത്ഥിച്ചേ. ഒരു 2 മിനിറ്റ് സൈലന്റ് ആയി, 2 മിനിറ്റ് സൈലന്റ് ആയെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് കർത്താവിനോട് പറഞ്ഞതുപോലെ അവര് പറഞ്ഞു എനിക്കത് കേൾക്കേണ്ട കർത്താവ്, പക്ഷെ എനിക്കൊന്ന് പറയണം, അത് നീ ആണെങ്കിൽ എനിക്ക് നിന്റെ അടുക്കലേക്ക് വരും. ഹല്ലേലൂയ. ഒരുപാട് ശുശ്രൂഷകൾ നടക്കിയ കർത്താവ് വേണ്ട, അല്ലെങ്കിൽ ശുശ്രൂഷകളെ ഏൽപ്പിക്കുന്നവനും അധികാരിയായ നിന്റെ മാറോട് ചേർന്ന് ശുശ്രൂഷയേക്കാൾ ശുശ്രൂഷ ഏൽപ്പിച്ചവനെ സ്നേഹിക്കുവാൻ. ഹല്ലേലൂയ. പലരും ദൈവവേലയോട് ഭയങ്കര സ്നേഹാത്മാർത്ഥതയാണ്, പക്ഷെ അതിനും അപ്പുറമായി, അത് വേണ്ടെന്നല്ല, അതിനും അപ്പുറമായി അത് ഏൽപ്പിച്ച കർത്താവിനെ സ്നേഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ സ്ഥാനത്തെ മറ്റുള്ളവർക്ക് കൊടുക്കും. തിരുവചനത്തിൽ പഴയ നിയമത്തിൽ പറയുന്നു, ഹല്ലേലൂയ, ദൈവം തന്റെ മഹത്വത്തെ ആർക്കും കൊടുക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. തന്റെ മഹത്വത്തെ തൊടുവാൻ ഒരാൾക്കും ദൈവം സമ്മതിക്കത്തില്ല. പക്ഷെ യേശു കർത്താവ് പറയാ, പിതാവേ, എന്റെ മഹത്വം ഞാൻ എടുത്തവർക്ക് കൊടുക്കുകയാ. എന്തിനാ? ഒന്നേ ഉള്ളൂ, ഇവൻ നമ്മളെ പോലെ ഒന്നായിത്തീരണം. ഞാൻ നിന്നിലും നീ എന്നിലും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നായിത്തീരണം. അതിനുവേണ്ടി മഹത്വമാണോ അത് കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പലരും ദൈവത്തെ അറിഞ്ഞിട്ട് ഒരു കസാര പോലും മാറ്റി കൊടുക്കുവാൻ, അല്ലെങ്കിൽ ഹല്ലേലൂയ ഒരു ചെറിയ ഹല്ലേലൂയ പേന പോലും കൊടുക്കുവാൻ ഹല്ലേലൂയ മനസ്സ് കാണിക്കാത്തടുത്ത് അത്രത്തോളം ഹല്ലേലൂയ സ്ഥാനങ്ങളെ വിട്ടുകളയുവാൻ കസാര കളിക്കുന്നിടത്ത് കർത്താവായ യേശു പറയുക, ഞാൻ എന്റെ സിംഹാസനത്തിൽ ഇവരെ ഇരുത്തും. ഹല്ലേലൂയ. ഇന്ന് ഏതോ ചെറിയ ഓർഗനൈസേഷന്റെ അധികാര കസേരയ്ക്ക് വേണ്ടി പിടിവലി കൂട്ടുമ്പോൾ കർത്താവായ യേശു പറയുക, പിതാവേ, ഇവിടെ സ്വർഗത്തിൽ ആ സിംഹാസനമില്ലേ? ഓ ഹല്ലേലൂയ, എനിക്ക് തന്നിരിക്കുന്ന സിംഹാസനമില്ലേ? ഞാൻ ഇവരെയും കൂടെ അതിൽ ഇരുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവർ ഒന്നായിരിക്കണം, ഇവരൊന്നായിരിക്കണം കർത്താവ്. ഹല്ലേലൂയ, ജീസസ്. ആ കർത്താവിനെ ഒന്ന് സ്നേഹിക്കുക, ആ കർത്താവിനെ ഒന്ന് സ്നേഹിക്കുക. സകലത്തെയും തന്റെ മഹത്വത്തെ കൂടെ ഹല്ലേലൂയ മാറ്റിവെക്കുവാൻ കാണിച്ച കർത്താവിനെ സ്വർഗത്തെ വിടും. ഹല്ലേലൂയ. പിതാവുമായിട്ടുള്ള സമത്വത്തെ വിടും. ഇങ്ങനെ സ്നേഹിച്ച കർത്താവിന് വേണ്ടി അല്പനാളേക്കുള്ള ചെറിയ സുഖങ്ങളെ പോലും ഹല്ലേലൂയ മാറ്റിവെക്കാൻ കഴിയാതെ പലരുമായിരിക്കുമ്പോൾ ഇന്ന് ദൈവസന്നിധിയിൽ കർത്താവേ, കർത്താവേ, ഞാനും എനിക്കുള്ള സകലത്തെ കർത്താവെ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കാം. എനിക്ക് അങ്ങേ മതി എന്ന് പറയുവാൻ, എനിക്ക് അങ്ങേ മതി എന്ന് പറയുവാൻ. ഓ ഹല്ലേലൂയ. അങ്ങനെ ആരൊക്കെയോ സമർപ്പിക്കുന്നുണ്ട്. അങ്ങനെ സമർപ്പിക്കുന്നവരുടെ മേൽ വലിയ ദൈവാത്മാവിന്റെ ചലനം നടക്കുകയാ, ദൈവാത്മാവ് തൊടുകയാ. ചില രോഗങ്ങളൊക്കെ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാ. എന്തുകൊണ്ടാന്നോ? അവനെ സ്നേഹിക്കുവാനെടുത്ത തീരുമാനത്തെ കണ്ടിട്ട്, അവനെ സ്നേഹിക്കുവാനുള്ള വലിയ ആഗ്രഹത്തെ കണ്ടിട്ട്. ഓ
ചില കുറവുകളെ ഒക്കെ നികത്തിക്കൊണ്ടിരിക്കുക പരിശുദ്ധ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു ഹൃദയത്തിന്റെ മുന്നിൽ. ഓ ജീസസ്, ജീസസ്. കർത്താവേ, അങ്ങേക്കാൾ വലുതായി ഒന്നിനെ സ്നേഹിക്കുന്നില്ല. നമ്മൾ ആദ്യം പറഞ്ഞത് വേറെ ഒന്നിനാലും ഞാൻ തൃപ്തനായി തീരത്തില്ല. എന്റെ ദാഹം നിന്നിൽ തന്നെ കർത്താവേ, എന്റെ ദാഹം നിന്നിൽ തന്നെ കർത്താവേ. മറ്റൊന്നിനെ ഞാൻ വലുതായി കാണുന്നില്ല. എന്റെ ആഗ്രഹം മുഴുവൻ നിന്നിലിരിക്കുക കർത്താവേ. എന്റെ ആശ മുഴുവൻ നിന്നിലാണ്. ജീസസ് കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്നു. സഭയായി ഞങ്ങളെ സ്നേഹിക്കുന്നു. നിന്റെ കൽപ്പനകളെ അനുസരിച്ച് നിന്നെ കൈക്കൊണ്ട് നിനക്ക് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയ സ്ഥാനത്ത് അങ്ങേക്ക് നൽകിക്കൊണ്ട് നിങ്ങളുടെ വചനത്തെ കേട്ടനുസരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വലുതായി കാണുന്നതിനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ഗ്യാപ്പില്ലാതെ അങ്ങയോട് പറ്റിച്ചേർന്ന് മാനോട് ചേർന്നിരുന്നുകൊണ്ട് താഴ്മയില്ല സന്നിധിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ അങ്ങേ സ്നേഹിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്തു, പക്ഷെ ഏതൊക്കെയോ കാര്യങ്ങളിൽ ഞങ്ങൾ പൂർണ്ണതായി തീർന്നില്ല. പക്ഷേ കർത്താവേ, ഞങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവാത്മാവെ സഹായിക്കണമേ. ക്രിസ്തുയേശുവിന് അനുരൂപരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റൊരു രൂപത്തിനും സാദൃശ്യത്തിലും ഞങ്ങൾക്ക് അടുക്കാനൊക്കത്തില്ല. കാരണം ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആകിയാൽ അവൻ അനുരൂപരായി തീരുവാൻ, ആ പുത്രൻ അനുരൂപരായി തീരുവാൻ, ആ തലയോളം വളരുവാൻ. ജീസസ്, ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ചിലരെ തൊടുന്നതിനായി കവിഞ്ഞൊഴുക്ക് ചിലരിൽ ഇപ്പോൾ സംഭവിക്കുന്നതിനായി അങ്ങ് ആഴത്തിൽ സ്നേഹിക്കുന്ന ചിലരുമേ വലിയ ദൈവാത്മാവിന്റെ കവിഞ്ഞൊഴുക്ക്, 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 കവിഞ്ഞൊഴുക്ക്. അളക്കാൻ കഴിയാത്ത രീതിയിൽ, നീന്തിയിടാൻ കഴിയാത്ത രീതിയിൽ ഒരു കവിഞ്ഞൊഴുക്ക് യേശുവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ ദൈവാത്മാവേ അങ്ങ് വന്ന് നിറഞ്ഞൊഴുകി കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നു. പിടിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിൽ, ഹൃദയങ്ങൾക്ക് താങ്ങി നിർത്താൻ കഴിയാത്ത രീതിയിൽ, വായികളെ പിടിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിൽ, കരങ്ങളെ അടക്കി നിർത്തുവാൻ കഴിയാത്ത രീതിയിൽ, കർത്താവെ അങ്ങ് ഇടപെടുന്ന രീതികളെ സ്റ്റോപ്പ് ചെയ്ത് പിടിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിൽ ദൈവാത്മാവേ അങ്ങയുടെ കവിഞ്ഞൊഴുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ ദൈവാത്മാവിന്റെ കവിഞ്ഞൊഴുക്കുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങേ പിരിഞ്ഞും
Atara bari bari, shenere beri bari, juda bari beri, shenere beri dadu, shabara bari dadu, juda bari shane, shenere beri bari, juda bari beri, atara bari shane, shenere bari bala, nidara bari shane, shenere beri bari, juda bari bala, nidara bari dadu, shenere beri shane, juda bari bala, nidara bari shane, shenere beri bari, juda bari bari, atara bari bari, shenere beri bari, nidara bari bala, nidara bari shane, juda bari bala, nidara bari bari, nidara beri bari, nishara bari bala, nidara bari bala, bari bala bari bari, juda bari bari, beri 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 bari, nidara beri shane, juda bari bala, bari bala bari shane, juda bari പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ഏറ്റുകൊണ്ട് മനസ്സിലുള്ള സ്പർശനം ഏറ്റുകൊണ്ട് ദൈവാത്മാവിന്റെ കവിഞ്ഞൊഴുപ്പ് അത് സൈലന്റ് ആയി നിന്നുകൊണ്ട് അതിനെ രുചിച്ചറിയാനാണെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിൽ അത് അങ്ങനെ അല്ല, കരങ്ങളെ അടിച്ചാണ് ഹല്ലേലൂയ നൃത്തം ചെയ്താണ്. എങ്ങനെയോ ദൈവാത്മാവ് ഹല്ലേലൂയ ആ സാന്നിധ്യത്തെ കവിഞ്ഞൊഴുക്കിനെ ഹല്ലേലൂയ തരുന്നത്, അതിനെ ഹല്ലേലൂയ സ്റ്റോപ്പ് ചെയ്യാതെ അതിനെ ആസ്വദിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ആ നദിയിലേക്ക് ഇറങ്ങുവാൻ, ആ നദിയിലേക്ക് ഹല്ലേലൂയ എങ്ങനെ ദൈവാത്മാവ് തൊടുന്നുവോ ഹല്ലേലൂയ അതുപോലെ എങ്ങനെ ദൈവാത്മാവ് കരം പിടിച്ചിറക്കുന്നു അതുപോലെ ഹല്ലേലൂയ അത് ചിലപ്പോൾ കരയാനാണോ ഹല്ലേലൂയ ചുമ്മാ നിൽക്കുവാനാണോ അത് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുപോലെ മൃദുവായ ദൈവാത്മാവിന്റെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നതിനാണ് പരിശുദ്ധാത്മാവിന്റെ കാറ്റ് Yes, Jesus, ഞങ്ങളെ സ്നേഹിക്കുന്നു. ഓ ശാലവനെ ശേലവനെ റിവ ശാലവ കബല ബര 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 റിവ ശവാല കബല ബര 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 വെറുദിനാൽ തൃപ്തരാകത്തില്ല കർത്താവ്. നിന്നില ഞങ്ങളുടെ ദാഹം മാറോട് ചേർന്ന് നിന്നോട് ചേർന്ന് നിന്റെ മാറോട് ചേർന്ന് യെസ് കർത്താവേ, യെസ് ജീസസ്, യെസ് ജീസസ്, യെസ് ജീസസ്. ഓ Ribabala Shabatora Kuroshi, Tiashia Miakiroshi Lavator, Rebe Shabale Korabo Shalabana Bakabana, Ribabala Shalaba Kabana Shemele, Rikala Shalatana Kabala Bashalaba, Riborabo Shia Miakiashiata, Reshele Reshala Kabana. Yes, 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 അതിരുകൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങേ സ്നേഹിക്കാൻ ഞങ്ങൾ വെച്ച അതിരുകളെ ദൈവാത്മാവെ അങ്ങ് എടുത്താണ്. ഞങ്ങളുടെ കർത്താവ് വെച്ച അതിരല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വെച്ച ബൗണ്ടറികളെ ദൈവാത്മാവെ ഞങ്ങളുടെ യേശു കർത്താവിനെ സ്നേഹിക്കുന്നതിൽ ഞങ്ങളെ തടഞ്ഞുകൊണ്ടിരുന്ന ശത്രു വെച്ചതോ ഞങ്ങൾ സ്വയമേ വെച്ചതായ എല്ലാ മതിലുകളെയും എല്ലാ ബൗണ്ടറികളെയും എല്ലാ ബാരിയേഴ്സിനെ അങ്ങ് തകർത്തെറിയുന്നതിനാ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം അങ്ങ് തകർത്തതിനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനാ
അവൻ നമ്മെ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കേണ്ടതിന് നമ്മളെ സ്നേഹിച്ചിരിക്കുന്നു. ഓ, നമ്മൾ അങ്ങനെ തന്നെ ആകുന്നു. ഇത് നമ്മൾ ലോകത്തിന്റെ മക്കളല്ല, അനുസരണക്കേടിന്റെ മക്കളല്ല, ഇരുളിന്റെ മക്കളല്ല, പാപത്തിന്റെ മക്കളല്ല, പരിശുദ്ധനായ ദൈവത്തിന്റെ, അത്യുന്നതനായ ദൈവത്തിന്റെ, മഹോന്നതനായ ദൈവത്തിന്റെ, ആർക്കും അടുത്തുകൂടാൻ കഴിയാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനായ ദൈവത്തിന്റെ, തേജോമയനായ ദൈവത്തിന്റെ പ്രിയ മക്കളും പ്രിയ മക്കളോട് അവനെ ആഴത്തിൽ സ്നേഹിക്കുന്നവരെ തന്റെ പ്രിയ മക്കളെന്ന് കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു. പക്ഷെ ചിലരെ പേരെടുത്ത് പറയുക, കർത്താവ് സ്നേഹിക്കുന്ന എല്ലാവരും മക്കളാ, പക്ഷെ ചിലരെ പറയുന്നു പ്രിയ മക്കൾ. കർത്താവേ, മക്കൾ എന്നതിനേക്കാൾ പ്രിയ മക്കളാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ അങ്ങ് സ്നേഹിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ അങ്ങ് സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ Holy Spirit, Holy Spirit, Holy Thank you, Jesus. കർത്താവേ, അങ്ങ് തൊട്ടതിനാൽ, ചില കവിഞ്ഞൊഴുക്കുകൾ സംഭവിച്ചതിനാൽ, പരിശുദ്ധാത്മാവിന്റെ ചില മൂകൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ചിലപ്പോൾ തുള്ളണമെന്ന് ചടണമെന്നൊന്നുമില്ല. ദൈവാത്മാവ് പല രീതിയിൽ ഇടപെടും. ഓ ഹല്ലേലൂയ. ചിലപ്പോൾ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദത്തോടെ സംസാരിക്കും, ചിലപ്പോൾ മൃദുസ്വരമായി വരും. ഏലിയാവിന് മൃദുസ്വരമായി, യോഹന്നാന് വലിയ വെള്ളച്ചാട്ടത്തിന്റെ ഇരുമ്പൽ പോലെയോ, ഹല്ലേലൂയ, വലിയ ജനക്കൂട്ടത്തിന്റെ ആരവാരം പോലെയോ, ഹല്ലേലൂയ, ഓരോരുത്തരെ തുടങ്ങുന്ന രീതിയിൽ ദൈവാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുക. ഓരോരുത്തരും നിറയ്ക്കേണ്ടുന്ന രീതിയിൽ, കവിഞ്ഞൊഴുകേണ്ടുന്ന രീതിയിൽ നന്ദി കർത്താവേ, നന്ദി പിതാവേ, മഹാസ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേ സ്നേഹിച്ചതല്ല, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത് കൊണ്ട് ഞങ്ങളും അപ്പൊ ആലുവേ ഇനി ഒന്നുകൂടെ ആഴത്തിൽ കർത്താവേ അങ്ങേ മാത്രം സ്നേഹിക്കും. അങ്ങേ മാത്രം, അങ്ങ് ഞങ്ങളെ മാത്രം സ്നേഹിച്ചു. മഹത്വത്തെക്കാൾ, സ്വർഗത്തെക്കാൾ, ദൂതന്മാരെക്കാൾ, സ്ഥാനങ്ങളെക്കാൾ, മാനങ്ങളെക്കാൾ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു. അങ്ങേ അങ്ങനെ ആഴത്തിൽ സ്നേഹിക്കും. പ്രാർത്ഥന കേട്ടിരിക്കാൻ, ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി. കവിഞ്ഞൊഴുക്കുന്ന സഭയ്ക്കകത്തുണ്ടായതിനായി നന്ദി. സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ പിടിച്ചടുപ്പിച്ചതിനായി നന്ദി. ദാഹത്തോടെ ഓടി അങ്ങനെ മാറോട് വന്ന് ചേർന്നവരെ എല്ലാം അങ്ങ് നിറച്ചതിനായി, കവിഞ്ഞൊഴുക്ക് ആത്മനദി അവരിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയായി നന്ദി കർത്താവേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, താങ്ക് യു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും, നമ്മൾ വേഗത്തിൽ പറഞ്ഞു പോകുന്നതാ, ഇന്ന് അതൊന്ന് അനുഭവിച്ചുകൊണ്ട് പറ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ചു കൊണ്ട് നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സംസർഗവും സഹവാസവും കൂട്ടാൻ നാമോടും നാം കേട്ട ദൈവിക ദൂതുകളോടും നാം അനുഭവിച്ച ഈ ദൈവ സ്നേഹത്തോടും ആത്മാവിന്റെ കവിഞ്ഞൊഴുക്കും ഇന്നു മുതൽ എന്നേക്കും
കർത്താവായ യേശുവിന്റെ വരവോളം എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.